11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാർ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളിൽ യോഗ അഭ്യസിക്കുകയും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ നടന്ന യോഗാ ദിനാചരണത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകി. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെ പ്രതിരോധ മന്ത്രി പ്രശംസിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ऑपरेशन सिंदूर समाप्त नहीं है, अब स्थगित है, अल्पविराम दिया है। मगर जैसा कि हमने पहले कहा है कि ऑपरेशन सिंदूर अभी खत्म नहीं हुआ है। ऑपरेशन सिंदूर सिर्फ पहलगाम में हुए आतंकी हमले की प्रतिक्रिया मात्र नहीं है। हमने इस ऑपरेशन के माध्यम से पाकिस्तान को यह बताया है कि भारत के खिलाफ आतंकवादी गतिविधियां चलाने का अंजाम बद से बदतर होने वाला है। ऑपरेशन सिंदूर 2016 की सर्जिकल स्ट्राइक और 2019 की एयर स्ट्राइक का एक नेचुरल प्रोग्रेशन. സൈനികരോടൊപ്പം രാജ്നാഥ് സിംഗും യോഗാഭ്യാസത്തിൽ പങ്കെടുത്തു. ഡൽഹിയിലെ നെഹ്റു പാർക്കിൽ നടന്ന യോഗാ ദിന പരിപാടിക്ക് നേതൃത്വം നൽകി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും നയതന്ത്ര സേനയിലെ അംഗങ്ങളും യോഗാഭ്യാസത്തിൽ പങ്കുചേർന്നു. ഡൽഹിയിലെ കർത്തവ്യ പഥിലെ യോഗാ ദിന പരിപാടിയിൽ ബിജെപി അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദ പങ്കാളിയായി. आइए हम सभी अब कॉमन योग प्रोटोकॉल का अभ्यास करेंगे. आप सभी का हार्दिक स्वागत है. आइए प्रार्थना से हम सब योग अभ्यास आरंभ करेंगे. ദൈനംദിന ജീവിതത്തിൽ യോഗയ്ക്ക് ഏറെ പ്രാധാന്യമാണെന്ന് ജെ.പി. നദ്ദ പറഞ്ഞു. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് എല്ലാവരും യോഗ സ്വീകരിക്കണമെന്ന് ജെ.പി. നദ്ദ അഭ്യർത്ഥിച്ചു. ഡൽഹിയിലെ പുസ ക്യാമ്പസിൽ സംഘടിപ്പിച്ച യോഗാദിന പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, മന്ത്രാലയ ഉദ്യോഗസ്ഥർ, ICAR ഉദ്യോഗസ്ഥർ, ലഖ്പതി ദീദിമാർ എന്നറിയപ്പെടുന്ന സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ പങ്കെടുത്തു. ലോകമെമ്പാടും അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കാൻ തുടങ്ങി വിജയകരമായ 10 വർഷങ്ങൾ പൂർത്തിയാക്കിയെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നടന്ന യോഗാ സെഷനിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടർ ജന്തർ മന്ദറിലും മൻസൂഖ് മാണ്ഡവ്യ IG സ്റ്റേഡിയത്തിലും യോഗാ ദിന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.